ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണ ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും പറയാനാവാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കല്യാൺ ചൗബെ പറഞ്ഞത് ജനുവരി മാസത്തോടു കൂടി നമുക്ക് ISL ആരംഭിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴും യാതൊരുവിധ പുരോഗതിയും രേഖപ്പെടുത്തിയിട്ടില്ല. പുതിയ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല. ISLൻ്റെ കാര്യം ഇപ്പോഴും ഒരു നിശ്ചലാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനം പഞ്ചാബ് FCയുടെ വിദേശ താരമായ ജമീർ സെൽക്കോവിച്ച് നടത്തിയിട്ടുണ്ട്. അതായത് എത്രയും പെട്ടെന്ന് ISLൻ്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്, എന്നാൽ ക്ലബ്ബുകൾക്ക് ട്രെയിനിങ്ങും തയ്യാറെടുപ്പുകളും ഒക്കെ ആരംഭിക്കാം എന്നാണ് സെൽക്കോവിച്ച് പറഞ്ഞിട്ടുള്ളത്. പഞ്ചാബ് FCയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിലോ അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലോ ISL തീയതി ഒഫീഷ്യലായിക്കൊണ്ട് അധികൃതർ പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ടീമുകൾക്ക് ട്രെയിനിങ്ങുകളും മറ്റു തയ്യാറെടുപ്പുകളും ആരംഭിക്കാൻ സാധിക്കും. എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളും താരങ്ങളും ISL ഉടൻ തന്നെ ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് സെൽക്കോവിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉടൻ തന്നെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. പക്ഷേ നമ്മൾ ഇപ്പോഴും അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ISL നടത്താൻ ആവശ്യമായ ടെൻഡറിൻ്റെ കാര്യത്തിലോ ബിഡിൻ്റെ കാര്യത്തിലോ യാതൊരുവിധ പുരോഗതികളും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു പുതിയ പാർട്ടിയെ ഇപ്പോഴും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു, ചർച്ചകൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അതിൻ്റെ വ്യക്തമായ വിവരങ്ങളോ അല്ലെങ്കിൽ അപ്ഡേറ്റുകളോ നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.